ഹെൽപ്പേഴ്സിനെയൊക്കെ പഠിച്ചില്ലേ എല്ലാവരും? അല്ലേ? എന്താണ്, എന്ത് പറ്റി? കോൾഡ് വന്നോ? കോൾഡ് ആയപ്പോൾ ആരെടുത്താ പോയത്? മിൽക്ക് മാൻ്റെ അടുത്താണോ? ആണോ? അല്ല. എവിടെയാ പോയത്? ആരാണ് ഹെൽപ്പ് ചെയ്തത്? ആരടുത്താണ് കോൾഡാണ്, അസുഖമാണ്, എനിക്ക് സുഖമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോയത്? വൺ ഹൂ എക്സാമിൻസ് ദ പേഷ്യൻസ് ഈസ് എ ഡോക്ടർ. അപ്പോൾ ഡോക്ടറെ കണ്ടോ? എന്താണ്, ഡോക്ടറെ കണ്ടു അല്ലേ? ശരി. കുറവുണ്ടോ? എന്നിട്ട് കുറവുണ്ടോ? ദിയ രാജേഷ്? കുറവുണ്ടോ? അത് ശരി. എന്താ മോളെ, ജലദോഷമായിരുന്നോ? അത് ശരി. അപ്പോൾ ടീച്ചർ ഹെൽപ്പേഴ്സിനെ പറ്റി പഠിപ്പിച്ചപ്പോൾ ഇപ്പോൾ സുഖമായില്ലേ? ആരടുത്താണ് പോകേണ്ടത്? എന്താ അസുഖം വന്നാൽ, അല്ലെങ്കിൽ വേറെ നമുക്കൊരാവശ്യമുണ്ട്, ആരടുത്താണ് പോകേണ്ടതെന്നുള്ളത് മനസ്സിലായോ? ദെൻ ടേക്ക് ദിസ് പേജ്. ഹെൽപ്പേഴ്സ് നമ്മൾ പഠിച്ചില്ലേ? നമുക്ക് നോക്കണ്ടേ ഇത്? വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? പോലീസ്മാൻ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? പോലീസ്മാൻ. വൺ ഹൂ ക്യാച്ചസ് തീവ്സ്. ഓടിപ്പോയി തീഫിനെ പിടിച്ച് അടിച്ച് ശരിയാക്കുന്ന ആൾ ആരാ? പോലീസ്മാൻ. വൺ ഹൂ ക്യാച്ചസ് തീവ്സ് അല്ലേ? പോലീസ്മാൻ. വൺ ഹൂ പ്രൊട്ടക്റ്റ് അവർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. വൺ ഹൂ പ്രൊട്ടക്റ്റ് അവർ ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി. നമ്മളുടെ ജീവനും നമ്മളുടെ സ്വത്തുക്കൾക്കും എല്ലാം സംരക്ഷണം നൽകുന്ന ആൾ ആരാണോ? പോലീസ്മാൻ. മറന്നുപോയോ? ഇല്ല. ദെൻ വൺ ഹൂ ബ്രിങ്സ് us ലെറ്റേഴ്സ് ഈസ് എ പോസ്റ്റ്മാൻ. നമുക്ക് കത്ത് കൊണ്ടുതരുന്ന ആൾ, അല്ലെങ്കിൽ പാർസൽ കൊണ്ടുതരുന്ന ആൾ ആരാണ്? പോസ്റ്റ്മാൻ. വൺ ഹൂ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ്, ടൈലർ. വൺ ഹൂ ടീച്ചസ് us ഈസ് എ ടീച്ചർ. അല്ലേ? നമുക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു തരുന്ന ആൾ ആരാണ്? ടീച്ചർ. വൺ ഹൂ ബേക്സ് കേക്ക്സ് ആൻഡ് ബിസ്ക്കറ്റ്സ്. ബേക്കറി പോകുമ്പോൾ നല്ല മണം. എന്തിനാ? കേക്കിൻ്റെ, ബിസ്ക്കറ്റിൻ്റെ അല്ലേ? ബിസ്ക്കറ്റും കേക്കൊക്കെ ബേക്ക് ചെയ്യുന്ന ആൾ ആരാണ്? ബേക്കർ. വൺ ഹൂ കട്ട്സ് അവർ ഹെയർ. മൊട്ടത്തലയാക്കാൻ വേണ്ടി ആരടുത്താ പോവുക? വൺ ഹൂ കട്ട്സ് അവർ ഹെയർ, ബാർബർ. വൺ ഹൂ കട്ട്സ് അവർ ഹെയർ, ബാർബർ. അത് പോലീസ്മാൻ. എല്ലാം എന്നൊരു ഒറ്റ ലെറ്റർ, എന്നൊരു വവ്വൽ, ഒരു ലെറ്റർ കൊണ്ട് മാത്രം ഇതെല്ലാം ഫില്ല് ചെയ്യാം. നമുക്ക് അറിയാലോ, എന്നൊരൊറ്റ ലെറ്റർ കൊണ്ടാണ് നമ്മളെല്ലാം ഇവിടെ ഫില്ല് ചെയ്യുന്നത്. പോലീസ്മാൻ, MAN. റൈറ്റ് A here. A. Which letter? Baby letter A. Baby letter A. Then next picture. Tailor. One who stitches our clothes. One who stitches our clothes. നമ്മളുടെ ഡ്രസ്സ് തയ്ച്ച് തരുന്ന ആൾ ആരാണോ? ഇസ് എ ടൈലർ അല്ലേ? നമ്മളെ ഡ്രസ്സ്. വൺ ഹൂ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ്, ടൈലർ. TA. ഇവിടെ ഏതെഴുതണം? വിച്ച് ലെറ്റർ? A. റൈറ്റ് മമ്മ ലെറ്റർ A here. Finish. All of you finish. Then next picture. Baker. One who bakes cakes and biscuits is a baker. BA. Mama letter or baby letter? Baby letter. Very good. Baby letter. Oh, give a clap. A. Right here. Finish? Boys finish? Yes. Girls? Okay. Then next picture. Postman. One who brings us letters. One who brings us letters. നമുക്കിപ്പോൾ
പണ്ടൊക്കെ ആണെങ്കിൽ കത്തേ എഴുതാനുണ്ടായിരുന്നുള്ളൂ, ലെറ്റർ എഴുതാനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം പിന്നെ പോസ്റ്റ്മാൻ അത്ര വലിയ പണിയൊന്നുമില്ല. ഇപ്പം ഫോണുള്ളത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിൽ വിളിക്കും. എങ്കിലും നമുക്ക് വല്ല ഓഫീസിൽ നിന്നോ അല്ലെ ബാങ്കിൽ നിന്നോ വല്ല പേപ്പേഴ്സ് നമുക്ക് എത്തിച്ചു തരണമെങ്കിൽ ആരാണ് കൊണ്ടുതരിക? വൺ ഹൂ ബ്രിങ്സ് അസ് ലെറ്റേഴ്സ്, പോസ്റ്റ്മാൻ. ഹൂ? പോസ്റ്റ്മാൻ. MA. Write baby letter A here. Finish? Yes. Then teacher. One who teaches us is a teacher. നമുക്ക് പാഠങ്ങളൊക്കെ പഠിപ്പിച്ചു തരുന്ന ആളെ ആരാണോ അവരെ എന്താ പറയുക? ടീച്ചർ. വൺ ഹൂ ടീച്ചസ് അസ് ഈസ് എ ടീച്ചർ. TEA. Baby letter A. Then next, one who cuts our hair. Barber. Write A here. Barber. ആരാണ്? Barber. All of you finish? Finish? Yes. Then take this page. Listen here. Match the following ആണിത്. അതിന് മുമ്പ് നോക്കുക എല്ലാവരും. Look at your book. Doctor. One who examines the patients. One who examines the patients. എന്താണ് ചെവിയിൽ വെക്കുക ഡോക്ടറെ? ടെതസ്കോപ്പ്. ടെതസ്കോപ്പ് വെച്ചിട്ട് ഡോക്ടർ നമ്മളെ ഇങ്ങനെ കുറച്ച് നേരം ഫ്രണ്ടിൽ പിന്നെ പുറകിൽ. വൺ ഹൂ എക്സാമിൻസ് ദ പേഷ്യൻസ്. എന്താണത് യൂസ് ചെയ്യുക? ഏത് സാധനമാണ് യൂസ് ചെയ്യുന്നത്? ഏതാണ് യൂസ് ചെയ്യുക? ടെതസ്കോപ്പ്. ലിസൺ ഹിയർ. നോക്കൂ, ഇതിലെവിടെ ടെതസ്കോപ്പ്? ഡോക്ടർ വെക്കുന്നത്. നോക്കൂ, അപ്പോഴേ ഡോക്ടറിൽ നിന്ന് ടെതസ്കോപ്പിലേക്ക് ഡ്രോ എ ലൈൻ. ഓൾറെഡി ഡ്രോ അല്ലേ? അത് ചെയ്തിട്ടുണ്ട്. ഒന്ന് നിങ്ങൾക്ക് ചെയ്ത് കാണിച്ചു തരികയാണ്. ചെയ്തിട്ടുണ്ടല്ലോ. റെഡി. നെക്സ്റ്റ് പിക്ചർ. ടീച്ചർ. ടീച്ചർ നിങ്ങളെ എന്ത് നോക്കിയിട്ടാണ് പഠിപ്പിക്കാറ്? ടീച്ചർ എന്ത് നോക്കിയിട്ടാണ് പഠിപ്പിക്കാറ്? ബുക്ക്. അപ്പം നോക്കൂ, ബുക്സ്. ഹിയർ ടീച്ചർ ഡ്രോ എ ലൈൻ. ബുക്സ്. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക്. ടീച്ചർ, ബുക്സ്. മാച്ച് ദ ഫോളോയിങ്. ഡ്രോ എ ലൈൻ. ടീച്ചർ, ബുക്സ്. ഫിനിഷ്. Finish. All of you finish? Yes or no? Yes. Who is talking there? What do you want? Nothing. Yes. Then next picture. Barber. Barber. ബാർബർ എന്തുകൊണ്ടാണ് നമ്മളുടെ മുടി കട്ട് ചെയ്യാറ്? വലിയൊരു കത്തി എടുത്തിട്ട് വെട്ടി മുറിക്കുകയാണോ ചെയ്യുക? അല്ല. എന്താ ചെയ്യുക? എന്തുകൊണ്ടാണ്? സിസേഴ്സ് അല്ലേ? ബാർബർ എന്തുകൊണ്ടാ നിങ്ങളുടെ മുടി വെട്ടുക? സിസേഴ്സ്. ടിക് 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 അല്ലേ? അപ്പം നോക്കൂ, ബാർബറിൽ നിന്ന് ഡ്രോ എ ലൈൻ. സിസേഴ്സ്. ഒരു ബിഗ് സിസറും ഉണ്ട്, ഒരു സ്മോൾ സിസറും ഉണ്ട്. ജോയിൻ. ബാർബർ. ദെൻ കാർപ്പൻ്റർ. നമ്മളുടെ വീട്ടിൽ ഡോസും വിൻഡോസൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി, ഫർണിച്ചറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആരാ വരിക? ആരാ വരിക? കാർപ്പൻ്റർ. അപ്പം കാർപ്പൻ്റർ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുക? കാർപ്പൻ്റർ കണ്ടുവോ? ടൂൾസ്.
കാർപ്പൻ്റർ ടൂൾസ്. അയാളടുത്ത് ഉളി ഉണ്ടാവും, ഇങ്ങനെ മുറിക്കുന്ന വാളുണ്ടാവും, എല്ലാം ഉണ്ടാവും കാർപ്പൻ്റർ അടുത്ത്. എന്നിട്ട് കാർപ്പൻ്റർ വലിയ മരത്തിനെ ഇങ്ങനെ വാള് കൊണ്ടൊക്കെ മുറിച്ച് എന്നിട്ടാണ് ഡോഴ്സും വിൻഡോസൊക്കെ ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം നോക്കൂ, കാർപ്പൻ്റർ ടൂൾസ്, കാർപ്പൻ്റർ ടൂൾസ്. അവർ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ, ടൂൾസ് എന്താണ്? യൂസ് ചെയ്യുന്ന സാധനങ്ങൾ ടൂൾസ്. ദെൻ ടൈലർ. ടൈലർ എന്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡ്രസ്സ് തയ്ക്കുക? ടൈലർ എന്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഡ്രസ്സ് തയ്ക്കുക? മെഷീൻ അല്ലേ? സ്യൂയിങ് മെഷീൻ. എന്താണ്? സ്യൂയിങ് മെഷീൻ, തുന്നൽ മെഷീൻ. ടൈലറിൽ നിന്ന് ഇവിടുന്ന് ഡ്രോ എ ലൈൻ ഹിയർ. ചിത്രം കണ്ടാൽ നിങ്ങൾക്കറിയാം, അതെനിക്കറിയാം. പക്ഷെ വരയ്ക്കണ്ടേ വളരെ നീറ്റായിട്ട്. ഇത് എക്സാമിന് വരുന്ന കാര്യമാണ്, അറിയോ? ഒന്നും കൂടെ നോക്കൂ. ലുക്ക് അറ്റ് യുവർ ബുക്ക്. ഡോക്ടർ, സ്റ്റെതസ്കോപ്പ്. ബാർബർ, ടീച്ചർ, ബുക്സ്. ബാർബർ, സിസേഴ്സ്. ദെൻ കാർപ്പൻ്റർ ടൂൾസ്. ലാസ്റ്റ് വൺ ടൈലർ. സ്യൂയിങ് മെഷീൻ, സ്യൂയിങ് മെഷീൻ. Look at your book. What is spelling doctor? What is spelling doctor? D-O-C-T-O-R, doctor. Study the spellings correctly. സ്പെല്ലിങ്സ് പഠിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് പേപ്പറിൽ, ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. ചിത്രം കണ്ടിട്ട് നിങ്ങൾക്ക് അറിയാം, പക്ഷെ നമുക്ക് എഴുതി പഠിക്കണ്ടേ? അപ്പോഴെന്ത് ചെയ്യണം? ഡോക്ടർ സ്റ്റെതസ്കോപ്പ്. വാട്ട് ഈസ് ദ വേർഡ്? സ്റ്റെതസ്കോപ്പ്. സേ, എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? സ്റ്റെതസ്കോപ്പ്. സേ ലൗഡ്ലി. സേ 3 times. സ്റ്റെതസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്, സ്റ്റെതസ്കോപ്പ്. ഡോക്ടർ, സ്റ്റെതസ്കോപ്പ്. ടീച്ചർ, ബുക്സ്. അത് ഓൾറെഡി യു നോ. ദെൻ ബാർബർ, സിസേഴ്സ്. ടൈലർ അടുത്തും ഉണ്ടല്ലേ സിസറ്, നമുക്ക് തുണി കട്ട് ചെയ്യാൻ. എന്തുകൊണ്ടാ? ടൈലർ അതുണ്ട്. ബാർബർ, സിസേഴ്സ്. ദെൻ കാർപ്പൻ്റർ ടൂൾസ്. കാർപ്പൻ്റർ ടൂൾസ്. അതിലടുത്ത് ഉളിയുണ്ട്, അതിൻ്റെ വാളുണ്ട്, പിന്നെ ചുറ്റികയുണ്ട് അല്ലേ, ഹാമർ, അതൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് അയാൾ ചെയ്യുക. ടൈലർ, ടൈലർ. സ്യൂയിങ് മെഷീൻ, സ്യൂയിങ് മെഷീൻ. എന്താണ് വേർഡ്? സ്യൂയിങ് മെഷീൻ. അണ്ടർസ്റ്റാൻഡ്? ഓൾ ഓഫ് യു അണ്ടർസ്റ്റാൻഡ്? അസലായിട്ട് ഓരോന്നും എഴുതി പഠിക്കുക തന്നെ വേണം, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്പെല്ലിങ് പഠിക്കാൻ പറ്റുള്ളൂ. ഒരു 4 or 5 times എഴുതുക, സ്ലേറ്റിൽ എഴുതി പഠിക്കുക. എന്നാലേ നമുക്കത് മാച്ച് ദ ഫോളോയിങ് പഠിക്കാൻ പറ്റുകയുള്ളൂ. ഇനി എന്ത് ചെയ്യണം? ഇനി നോക്കൂ. ടേക്ക് ദിസ് പേജ്. ഓൾ ഓഫ് യു ടേക്ക് ദിസ് പേജ്. ഈ പേജാണ് എടുക്കേണ്ടത്. അതിൻ്റെ ഇടയ്ക്ക് 2 പേജ് ഉണ്ട്. ഇതാണ് നിങ്ങൾക്ക് എടുക്കേണ്ടത്. നോക്കുക, എടുത്തോ. ഓൾ ഓഫ് യു റെഡി? യെസ്. നോക്കൂ, മുകളിൽ കൊടുത്തിട്ടുണ്ട് ബേക്ക്, കേക്ക്സ്, ഷൂസ്, സ്മാർട്ട്. ഫസ്റ്റ് പിക്ചർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ടൈലർ. വാട്ട് ഈസ് ദ ഫസ്റ്റ് പിക്ചർ? ടൈലർ. അവിടെ എന്താണ് ഈ ടൈലറുടെ? ലെറ്റേഴ്സ്, മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാനുണ്ട്. മിസ്സിംഗ് ലെറ്റേഴ്സ് എഴുതാനുണ്ട്. ടി മാത്രമേ ഉള്ളൂ. 2 ഡാഷ് ഉണ്ട് അല്ലേ? 2 ഡാഷ് ഇട്ടിട്ടില്ലേ? എന്നിട്ടോ LOR. നമ്മൾ ഏത് ലെറ്ററാണ് എഴുതേണ്ടത്? ഏത് ലെറ്ററാണ് നമ്മളവിടെ ഫില്ല് ചെയ്യേണ്ടത്? TAI. TAI. മമ്മ ലെറ്റർ A,
baby letter A, baby letter I. Tailor. Tailor. Then what is the next picture? One who mends our shoes. Who? One who mends our shoes. Cobbler. One who mends our shoes. Cobbler. Who mends our shoes? Cobbler. C-O. C-O. Then B-B. L-E-R. Cobbler. One who mends our shoes. Cobbler. One who mends our shoes. Cobbler. Then next picture. Who use stethoscope? Doctor. Very good, very good. Doctor. D-O-C-T-O-R. ഏതൊക്കെയാണ് ഫില്ല് ചെയ്യേണ്ടത്? 2 O. നോക്കൂ. O. O. D-O-C-T-O-R. Doctor. All of you finish? No. D-O-C-T-O-R. ആ 2 ഫില്ലിംഗ് ദി ബ്ലാങ്ക്സ്, ആ 2 ഡാഷ് ഇട്ടില്ലേ, അവിടെ 2 സ്ഥലത്തും സെയിം ലെറ്റർ ആണ് എഴുതേണ്ടത്. O. O. Finish. All of you finish? Yes, good. Then match correctly. അതാണ് ടീച്ചർ പറഞ്ഞത്, സ്പെല്ലിങ് പഠിക്കണം. മാച്ച് കറക്റ്റ്ലി. മാച്ച് കറക്റ്റ്ലി, ശരിക്കും മാച്ച് ചെയ്യാൻ. അവിടെ പിക്ചർ മാത്രമൊന്നും അല്ല കൊടുത്തിരിക്കുന്നത്, പിക്ചർ മുകളിലേ കൊടുത്തിട്ടുള്ളൂ, താഴെ കൊടുത്തിരിക്കുന്നത് എഴുതിയായിരിക്കുന്നത് വേർഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വേർഡ് തമ്മിലാണ് മാച്ച് ചെയ്യേണ്ടത്. അപ്പോഴെങ്ങനെയാണെന്ന് നോക്കിക്കോളൂ. T-A-I-L-O-R. Tailor. Then cobbler. C-O-B-B-L-E-R. Cobbler. Next one, carpenter. Car. അത് എളുപ്പമാണ് പഠിക്കാൻ, ടീച്ചർ പറഞ്ഞു തന്നില്ലേ. കാർപെൻറ്റർ. കാർപെൻറ്റർ. Then opposite side, furniture. F-U-R-N-I-T-U-R-E. Furniture. Then dresses. D-R-E-S-S-E-S. Dresses. Then last one, shoes. S-H-O-E-S. Shoes. What is the first word? Tailor. And who stitches our clothes? Tailor. Tailor എന്താ ചെയ്യുന്നത്? ഫർണിച്ചർ ഉണ്ടാക്കുകയാണോ? അല്ല, ഡ്രസ്സസ്. ടൈലർ എന്താണ് തയ്ക്കുക? ഡ്രസ്സസ് അല്ലേ? നമ്മളുടെ ഡ്രസ്സ് തയ്ച്ചു തരുന്ന ആരാണ്? ടൈലർ. അപ്പോൾ നോക്കിക്കോളൂ, ഈ ടൈലറിൽ നിന്ന് ഡ്രസ്സസിലേക്ക് ഡ്രോയലായി. ഏതിൽ നിന്നാണ്? ടൈലറിൽ നിന്ന് ഡ്രസ്സസിലേക്ക് ഡ്രോയലായി. ഫിനിഷ്. Then C-O-B-B-L-E-R. Cobbler. One who mends our shoes. Shoes. S-H-O-E-S. Shoes is a cobbler. Draw a line. Draw a line. Then last one, carpenter. Carpenter എന്താ ഉണ്ടാക്കുന്നത്? ഫർണിച്ചർ. എന്താ ഉണ്ടാക്കുന്നത്? ഫർണിച്ചർ. ഹൂ മേക്സ് ഫർണിച്ചർ? കാർപെൻറ്റർ. കാർപെൻറ്റർ. കാർ പഠിച്ചിട്ടുണ്ട്, CAR. പെൻ പഠിച്ചിട്ടുണ്ട്, PEN. ടെർ, TER. കാർപെൻറ്റർ. മനസ്സിലായോ? മനസ്സിലായോ എല്ലാവർക്കും? All of you understand?
സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്. ക്ലോസ് യുവർ ബുക്ക്, കീപ് ഇറ്റ് ഇൻ യുവർ ബാഗ്. വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞില്ലേ? ഇനി ടീച്ചർ ക്വസ്റ്റ്യൻ മാത്രം ചോദിക്കാൻ പോവുക. ക്വസ്റ്റ്യൻ മാത്രം. ഹെൽപ്പേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു. ആ ഹെൽപ്പേഴ്സ് ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോവുക. ആരാണ് പറയാൻ നോക്കട്ടെ, നല്ല കുട്ടികളായി. വൺ ഹൂ ടീച്ചേഴ്സ് us. Yes, very good. Is a teacher. One who teaches us is a teacher. Then cobbler. One who mends our shoes. Cobbler. One who mends our shoes. Cobbler. One who cuts our hair. Barber. Oh, barber. Very good. One who brings us letters. One who brings us letters. Postman. One who stitches our clothes. ആദ്യമായിരുന്നു ഇങ്ങനെ മെഷീനൊക്കെ ചവിട്ടല്. ഇപ്പം മെഷീൻ ചവിട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പോഴെന്താണ്, മോട്ടറൊക്കെ വെച്ച് ഇങ്ങനെ പിടിച്ചു കൊടുത്താൽ മാത്രം മതി. ടൈലർ. One who makes furniture, doors and windows, or desk and benches, all furnitures. Carpenter. ഏറ്റവും എളുപ്പമല്ലേ സ്പെല്ലിങ് പഠിക്കാൻ? One who makes or bakes biscuits and cakes. Baker. One who examines the patients. Doctor. Very good. എന്താണ് ഡോക്ടറെ? നമുക്ക് ഏത് ഇതാണ് ഉപയോഗിക്കുക? ടെതസ്കോപ്പ്. പോലീസ്മാൻ. വൺ ഹൂ, എന്താണ് പോലീസ്മാൻ? എന്താ? catches thieves. കള്ളന്മാരെയൊക്കെ പിടിച്ചു കൊണ്ടുപോകുന്നത് ആരാണ്? പിടിച്ചു കൊണ്ടുവരിക പോലീസ്മാൻ. ആരാണ്? പോലീസ്മാൻ. അപ്പം എല്ലാവരും പഠിച്ചു എല്ലാ കാര്യങ്ങളോ? ഇനി ടീച്ചർ അതേ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും ആയിട്ട് അയച്ചു തരുന്നുണ്ട് കേട്ടോ. വാട്സപ്പിൽ അയച്ചു തരുന്നുണ്ട്. എന്തൊക്കെ ടീച്ചർ എങ്ങനെയാണോ നിങ്ങളെ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ അതേമാതിരി. വൺ ഹൂ സ്റ്റിച്ചസ് അവർ ക്ലോത്ത്സ്. വൺ ഹൂ മേക്സ് ഫർണിച്ചർ. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ എഴുതി ടീച്ചർ വിടുന്നുണ്ട്. അപ്പോഴെന്താണ്, നിങ്ങൾക്കത് വായിച്ച് പഠിക്കാൻ സുഖമാണ്. ടീച്ചർ പറഞ്ഞു തരുന്നത് മാത്രമല്ല, അപ്പോൾ അത് നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ സ്പെല്ലിങ് പഠിക്കാൻ സുഖമാണ്. ടീച്ചർ പറയുന്ന കാര്യം തന്നെ വീണ്ടും നിങ്ങൾക്ക് സെൻഡ് ചെയ്ത് തരുന്നുണ്ട്. മനസ്സിലായോ? ക്ലാസ്സിലില്ലല്ലോ, അല്ലെ ടീച്ചർ ബോർഡിൻ്റെ മുകളിൽ എഴുതി തരും, ബുക്സിൽ എഴുതി തരും. എന്നിട്ട് നിങ്ങളത് റിപ്പീറ്റ് ചെയ്യല്ലേ ചെയ്യാറ്. ഇപ്പം അത് നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പോൾ ടീച്ചർ അത് അയച്ചു തരുന്നുണ്ട്. ഹെൽപ്പേഴ്സ് മനസ്സിലായോ? പിന്നെ നമുക്ക് പാല് കൊണ്ട് തരുന്നില്ലേ? വൺ ഹൂ ബ്രിങ്സ് അസ് മിൽക്ക്. മിൽക്ക് മാൻ അല്ലേ? അമ്മ പാലുകാരൻ വന്നു എന്ന് പറയില്ലേ? മിൽക്ക് മാൻ. വൺ ഹൂ ബ്രിങ്സ് അസ് മിൽക്ക്. മിൽക്ക് മാൻ പറയാറില്ലേ? മിൽക്ക് മാൻ എന്ന് പറയാറുണ്ടോ? അങ്ങനെ നമുക്ക് ഹെൽപ്പ് ഒരുപാട് ആൾക്കാരുടെ ഹെൽപ്പ് ഉണ്ടെങ്കിലേ നമുക്ക് എന്ത് പറ്റുള്ളൂ? ജീവിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു സമൂഹ ജീവിയല്ലേ നമ്മൾ. പരസ്പരം നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പിൻ്റെ ആവശ്യമില്ലേ? പിന്നെ ഹോസ്പിറ്റലിൽ ചെന്നാൽ ആരാണ് നമ്മളെ പൊട്ടിച്ചൊരു ഇഞ്ചക്ഷൻ? വൺ ഹൂ ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ്. ഓരോ പേഷ്യൻസിൻ്റെ അടുത്ത് പോയിട്ട് എന്തൊക്കെ വേണം, മരുന്ന് കൊടുക്കുക, ഇഞ്ചക്ഷൻ ചെയ്യുക, അവരെ താങ്ങി എഴുന്നേൽപ്പിച്ചിരുത്തുക, അതൊക്കെ ചെയ്യുന്ന ആൾ ആരാണ്? നഴ്സ്. വൺ ഹൂ ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ്. ലുക്സ് ആഫ്റ്റർ ദ പേഷ്യൻസ്. നഴ്സ് അല്ലേ? ഇഞ്ചക്ഷൻ ചെയ്യാൻ നേഴ്സല്ലേ? ഡോക്ടർ ഇഞ്ചക്ഷൻ ചെയ്യാറുണ്ടോ? ഇല്ല, നഴ്സ്. അപ്പം നമ്മൾക്ക് ബുക്കിലില്ലാത്തതാണ് അത്. മിൽക്ക് മാനും ഇല്ല. അപ്പം അവരും കൂടെ നമ്മളെ ഹെൽപ്പേഴ്സ് അല്ലേ? നമുക്ക് അവരുടെ ഹെൽപ്പ് ആവശ്യമില്ലേ? ഹോസ്പിറ്റലിൽ പോയാൽ നമുക്ക് ഇഞ്ചക്ഷൻ ചെയ്യണ ആരെടുത്താൽ പോവുക? നഴ്സ് അല്ലേ? അപ്പം അതും കൂടി എഴുതിയാൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ഓൾ സ്റ്റാൻഡ്. ഓൾ സ്റ്റാൻഡ്. സിറ്റ്. സ്റ്റാൻഡ്. സിറ്റ്. വെറുപ്പായോ? മടി പിടിച്ചോ?
ഇല്ല അല്ലേ? അതിൻ്റെ ഒരു പോയം ഉണ്ട് നിങ്ങൾ ബുക്കിൽ. ഏത് വാച്ച് എ റൈം ഉണ്ട്. പക്ഷെ അത് ഇപ്പം പറഞ്ഞു തരണോ? അടുത്ത ക്ലാസ്സിൽ പറയാം അല്ലേ? അല്ലേ? അടുത്ത ക്ലാസ്സിൽ പഠിപ്പിച്ചാൽ മതിയോ ആ റൈമേ? ഇത് തന്നെ ഒരുപാടില്ലേ പഠിക്കാൻ വേണ്ടിയിട്ട്. പതുക്കെ പഠിച്ചാൽ മതി. പക്ഷേ സ്പെല്ലിങ് അസലായിട്ട് എഴുതി തന്നെ പഠിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആ വേർഡ് എവിടെയെങ്കിലും കണ്ടാൽ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ടീച്ചർ പറഞ്ഞത് സ്പെല്ലിങ് പറഞ്ഞ് ഒരുപാട് 10 ടൈംസ് ഒന്നും എഴുതണ്ട, ഒരു 5 ടൈംസ് പറഞ്ഞെഴുതുക. എന്നിട്ട് അസലായിട്ട് വായിച്ച് പഠിക്കുക. റീഡിങ് കേട്ടോ, റീഡ് ചെയ്ത് പിന്നെ പറഞ്ഞ് പഠിക്കുക. മനസ്സിലായോ? വെറുതെ കുറേ താഴെ വരെ എഴുതിയിട്ട് ചിലവർക്ക് ഇങ്ങോട്ട് എത്തുമ്പോഴത്തേക്ക് BAK കഴിഞ്ഞാൽ E ഇല്ല, അത് കഴിയുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് എത്തുമ്പോഴത്തേക്ക് R ഇല്ല. ഗ്രാൻഡ് ഫാദറൊക്കെ എഴുതി അയച്ചിട്ട് കണ്ടു ടീച്ചർ. GRAND ഇല്ല, ഗ്രാൻഡ് ഫാദറേ ഉള്ളൂ. അങ്ങനെ ഒരുപാട് ടൈമൊന്നും എഴുതണ്ട, ഒരു 5 ടൈംസ് എഴുതിയാൽ മതി. അത് പഠിക്കുക, അസലായിട്ട് ബൈ ഹാർട്ട് പഠിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഗ്രാൻഡ് എല്ലാം ഗ്രാൻഡ്, GRAND. അപ്പോൾ ഗ്രാൻഡ് ഫാദറും ഗ്രാൻഡ് മദറിനും പിന്നെ ഫാദർ മദർ മാത്രം പഠിച്ചാൽ പോരെ. വെറുതെ താഴ്വരെ എഴുതിയിട്ട് തെറ്റെഴുതി വെക്കരുത്. മനസ്സിലായോ? മനസ്സിലായോ? ഓൾ സ്റ്റാൻഡ്, സിറ്റ്, സ്റ്റാൻഡ്, സിറ്റ്. ആ പറയൂ, ടീച്ചർക്ക് എന്താ പറയുക? എന്താ പറയേണ്ടത്? ഓക്കെ, താങ്ക് യു മിസ്. ഓക്കെ, ഇനി ടീച്ചർ എന്താ പറയേണ്ടത്? ബൈ ബൈ. ഓക്കേ.